തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്താണ്. രാവിലെ നല്ല ലൈറ്റിങ്ങോടുകൂടി നല്ല ഭംഗിയുണ്ട് സെൻട്രൽ സ്റ്റേഷൻ രാവിലെ കാണുവാനായിട്ട്. സ്റ്റേഷൻ്റെ മുൻഭാഗത്തായിട്ട് ഈ സൈഡിലായിട്ടൊരു സെൽഫി സ്പോട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് തുടങ്ങിയേക്കാം. കുറേ ചൂട് കടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, സ്റ്റേഷനിൽ നിന്ന് കഴിക്കാം. ചായ ഇവിടെ വെറൈറ്റി കുറേ ചായകൾ വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ്, ജിഞ്ചർ. പക്ഷേ സാധാ ചായ കുടിക്കും. ഒരു സ്ട്രോങ് ചായ തന്നെ ഇങ്ങനെ പറഞ്ഞു. രാവിലെ ഒരു സ്ട്രോങ് ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക ഒരു സുഖം. സ്റ്റേഷൻ്റെ മുൻഭാഗത്തെത്തി. ടിക്കറ്റ് എടുക്കുന്നില്ല. ഞാനത് നേരത്തെ ഓൺലൈനിൽ എടുത്തത് കൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. രാവിലെ നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കണം. നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഈ സൈഡിലായിട്ട് IRCTCയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എങ്കിൽ പിന്നെ അവിടുന്ന് തന്നെ ആയിക്കോട്ടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ IRCTC റെസ്റ്റോറൻറ്റിലേക്ക്. 60 രൂപയായി ബില്ല്. 50 രൂപ ഇഡ്ഡലി വടയ്ക്കും, 10 രൂപ ചായക്കും. 3 ഇഡലി, ഒരു ഉഴുന്നുവട, പിന്നെ ഒരു ചായ. ഫുഡ് ആവറേജാണ്, അത്ര ഇതൊന്നും പറയാനില്ല, ആവറേജ്. ഇത് കാസർഗോഡിന് വന്ന വന്ദേ ഭാരതിൽ സപ്ലൈ ചെയ്യാൻ വെച്ചേക്കുന്ന ഫുഡാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു ഈ വെച്ചേക്കുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് വരാൻ സമയമായല്ലോ. പറഞ്ഞു തീർന്നില്ല, ദേ കടന്നു വരുന്നു വന്ദേ ഭാരത്. ഇതാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ രാവിലെ 5:15 ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡേക്ക് സർവീസ് നടത്തുന്നത്. 20 കോച്ചുള്ള ഒരു കിടിലൻ വന്ദേ ഭാരത് കൂടിയാണ് ഈ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. ട്രെയിൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇനി അങ്ങോട്ടേക്ക് പോകാം. എന്താ എന്നറിയില്ല, ഇന്ന് നേരത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടിട്ടുണ്ട്. 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. സമയം 5:30 ആവുന്നതേ ഉള്ളൂ. ഈ കോച്ച് ഉണ്ടാക്കിയ പിന്നെ വെള്ളം കാണാത്തൊരു ജനറേറ്റർ വാൻ. പുതിയ LHP ട്രെയിനിൻ്റെ അവസ്ഥയാണ്. ലോക്കോ ഒന്നും വന്നിട്ടില്ല നമ്മുടെ ട്രെയിന്. ദാണ്ട് ആ കിടക്കുന്ന ലോക്കോയാണെന്ന് തോന്നുന്നു ഇന്ന് ഇതിനെ ഹൈദരാബാദ് വരെ കൊണ്ടുപോകുന്നത്. അത് ഇന്നലെ പൂനെയുടെ ലോക്കോ ആയിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് പൂനെയുടെ ലോക്കോ അല്ല, ഇത് ലല്ലാഗുഡയുടെ ലോക്കോയാണ്. അപ്പുറത്ത് ജനശതാബ്ദി കിടപ്പുണ്ട്. ഈ റോഡിൻ്റെ WB7 ആണ്. ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെടാൻ തയ്യാറായി നിൽപ്പുണ്ട്. അതേ കറക്റ്റ് 6 മണിക്ക് തന്നെ കോഴിക്കോട് വന്ന ജനശതാബ്ദി ഇതേ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ശബരി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് AC ആണ്. ഇതിനൊരു കിടിലം ഫസ്റ്റ് AC ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. LHPയും കൂടെ ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട, സൂപ്പർ. 2022 പഴയ കോച്ചാണ് കേട്ടോ. 3 വർഷം പഴക്കമുള്ള കോച്ചാണ് കേട്ടോ ഈ ശബരിയെ ഫസ്റ്റ് AC വന്നേക്കുന്നത്. പക്ഷേ അകത്തൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയൊക്കെ ഉണ്ട്. നല്ല രീതിയിലാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതേതോ ട്രെയിനിൻ്റെയൊക്കെ പഴയ ഫസ്റ്റ് AC ഒക്കെ എടുത്ത് ഇതിലിട്ടേക്കുവാണ്. ഇതിൻ്റെ കൂപ്പയാണ് കേട്ടോ, 2 പേർക്ക് ഇരിക്കാമെന്ന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, 2 പേര് യാത്ര ചെയ്യുമ്പോൾ. പിന്നെ ഇതിനൊരു വേറൊരു സെറ്റപ്പ് കൂടെ ഉണ്ട്, അത് ക്യാബീന് ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് നല്ലതായിരിക്കും. ഇത് ഇപ്പോൾ കാണുന്നത് കണ്ടല്ലേ, 4 പേർക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോകാനായിട്ട് അടിപൊളി സെറ്റപ്പാണ് ഈ ക്യാബിൻ. നല്ല പ്രൈവസിയോടുകൂടി. ഡോഗ് ഉള്ളവർക്കൊക്കെ ഈ ഫസ്റ്റ് ACയിൽ ഡോഗിനെയും കൊണ്ടുവന്നാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ആകെ കൂടെ അലോഡ് ചെയ്യുന്നത് ഫസ്റ്റ് ACയിലാണ്. ഒരു ക്യാബിൻ അല്ലെങ്കിൽ കൂപ്പ മൊത്തമായിട്ട് ബുക്ക് ചെയ്യണം ഡോഗിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇനി ഈ കാണുന്നത് ഇതിൻ്റെ സെക്കൻഡ് AC ആണേ. ഇത് കണ്ടിട്ട് പുതിയ കോച്ച് തന്നെ കേട്ടോ. ഇത് 2024 പുതുപുത്തൻ കോച്ച് തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പുതിയ ശബരി എക്സ്പ്രസിൻ്റെ കണ്ടില്ലേ, 2024 പുതിയ കോച്ച്. സത്യം പറയട്ടെ, സെക്കൻഡ് AC നിരാശപ്പെടുത്തിക്കായിരുന്നു. പുതിയ കോച്ചാണെങ്കിൽ അകത്ത് കയറിയ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് വേറെ ഏതോ ട്രെയിനൊക്കെ യൂസ് ചെയ്ത് വന്ന കോച്ചാന്ന് തോന്നുന്നു, കണ്ടാലറിയാം. അവിടെ ഇവിടെയെല്ലാം കീറി, കർട്ടനൊക്കെ കീറി, മൊത്തത്തിലൊരു എന്താ പറയുന്നത്, ഒരു പഴയ കോച്ചിൻ്റെ ഒരു ഫീൽ അകത്തോട്ട് കയറിയപ്പോൾ. ഇനി ശബരിയുടെ 3rd AC കോച്ചുകളും കൂടെ നോക്കാം. ഇതും പുതിയതൊന്നുമല്ല കേട്ടോ, ഇത് 2023 പുതിയ ശബരിയുടെ പഴയ 3rd AC കോച്ച്.
ഇതാണ് ഇന്ന് ശബരി എക്സ്പ്രസിൻ്റെ സാരഥി. WB7 ആണ്. ലല്ലാഗുഡ ലോക്കോ ഷെഡിൻ്റെയാണ്. ഇത് ഹൈദരാബാദിനടുത്തൊരു സ്ഥലം തന്നെയാണ് ഈ ലല്ലാഗുഡ. സെക്കൻഡറാബാദിലാണെന്ന് തോന്നുന്നു ലല്ലാഗുഡ. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ലോക്കോയാണിത്. ഇതിൻ്റെ ഡീസൽ ജനറേറ്ററൊക്കെ കണ്ടില്ലേ? വെള്ളം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, മൊത്തം അഴുക്കായി. സെക്കൻഡറാബാദ്, തിരുവനന്തപുരം, തിരുപ്പതി റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ് കേട്ടോ. ഇത് തിരുപ്പതിക്ക് റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. ഇതൊക്കെ പറഞ്ഞാലും ശബരിയുടെ ലോക്കൽ കോച്ച്, ജനറൽ കോച്ച് ഒരു രക്ഷയില്ല. പൊളി പുതിയ കോച്ച് കേട്ടോ. കണ്ടില്ലേ, 2024-ലോ 2025-ലോ ഉണ്ടാക്കിയ കോച്ചാന്ന് തോന്നുന്നു. ഇതിലോട്ടൊന്ന് കയറി നോക്കട്ടെ. ഇതിനകത്തോട്ട് കയറുമ്പോഴേ നല്ല ഒരു ഫ്രഷ്നെസ് കറക്റ്റ് അറിയാണ്ട്. ഇതേ കോച്ചൊക്കെ ഇതേ കഴുകിയിട്ടേക്കുന്ന താഴെ നല്ല ഒരു പുതുമയുടെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി കേട്ടോ ലോക്കൽ കോച്ച്, ഒരു രക്ഷയില്ല. പുതിയ കോച്ച് കേട്ടോ, പുത്തൻ കോച്ച്, ഒന്നും പറയാനില്ല. ഇന്ന് ചങ്ങനാശ്ശേരി വരെ പോകാനായിട്ട് ഇവിടുന്ന് 3rd AC-യിൽ കറണ്ട് റിസർവേഷൻ കിട്ടി. B2 ആണ്. 2023-ൽ ഉണ്ടാക്കിയ കോച്ചാണ്. 2 വർഷം പഴക്കമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല കൂളിംഗ് ഒക്കെ ഉള്ള, തുറക്കുമ്പോഴേ നല്ല കൂളിംഗ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് 62 സീറ്റ് നമ്പർ 62 അപ്പർ ബർത്ത് ആണ്. ശബരി എക്സ്പ്രസ് LHP ആക്കിയ പിന്നെ ഇതിൻ്റെ കോച്ചുകളൊക്കെ ഇങ്ങനെ 4 3rd AC, 2 2nd AC, 1 1st AC, 8 സ്ലീപ്പർ. അപ്പോൾ 7 AC കോച്ച്, 8 സ്ലീപ്പർ, 15. പിന്നെ 2 4 ജനറൽ കോച്ച്. മൊത്തം 21 കോച്ചാണ് പുതിയ ശബരി എക്സ്പ്രസ്സിൽ വന്നേക്കുന്നത് കേട്ടോ. കറക്റ്റ് 6:45 തന്നെ ശബരി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഹൈദരാബാദ് ലക്ഷ്യമാക്കി. ഇനി ശബരിയുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് എവിടെയാണെന്നറിയോ? വർക്കല ശിവഗിരി. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രെയിനിൻ്റെ ശബരിയുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ ഈ വർക്കല ശിവഗിരി. ഇവിടെ 2 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പുള്ളത്. ഈസ്റ്റർ ആയതുകൊണ്ടാണോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ട്രെയിൻ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഞാനിതിപ്പോൾ 2ാമത്തെ വട്ടമാണ് ഈ AC മെക്കാനിക്ക് ഇങ്ങനെ പാനലൊക്കെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ തുറന്നു നോക്കുന്നത്. എന്തോ കാര്യമായിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് AC കട്ട് ഓഫായി പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ വട്ടമാണ്, അതുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്തോ കാര്യമായിട്ട് പാനൽ റൂമിന് പ്രശ്നമുണ്ട്. കിഴക്കതേ ഉദയസൂര്യനെയൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ കായലൊക്കെ കണ്ടുള്ള ഈ ട്രെയിൻ യാത്ര ഈ കൊല്ലം ജില്ലയിലൂടെ അതിമനോഹരം തന്നെയാണ്. മൺട്രോത്തുരുത്ത് ഈ ഏരിയയൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല രസമാണ് 2 സൈഡിലെയും കാഴ്ചകളൊക്കെ കാണുവാനായിട്ട്. പുതിയ കോച്ചാണ്. ട്രെയിനിൻ്റെ പാനലിൻ്റെ കാര്യമൊക്കെ തീരുമാനമായി. ഇത് ഇപ്പോഴേ ഈ സൈഡൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്, ഈ സൈഡിലെ പാനലൊക്കെ. LHP കോച്ചിന് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ സൗത്ത് സെൻട്രലിന് വേണ്ടി 2024 ഏപ്രിൽ ഉണ്ടാക്കിയ പുതിയ AC 3rd AC ആണ്.
ട്രെയിനിൻ്റെ പാൻട്രിയിൽ നിന്ന് വാങ്ങിയ ഊളച്ചായയാണ്. അത്ര ടേസ്റ്റൊന്നുമില്ല. ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടു, ഒരു കപ്പിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത വൃത്തികെട്ട ചായ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു പോലൊരു വളവാണ്. നല്ല സൗണ്ടാണ്. ഇതുവഴി ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ആ ഒരു സ്ലോയിൽ പോകുമ്പോൾ ആ ട്രാക്കിൽ നിന്ന് വരുന്ന സൗണ്ട് ഒരു നല്ല രസമുണ്ട്. നിങ്ങളൊന്ന് കേട്ടു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ കാണുന്ന ഈ മഞ്ഞ കളറിലെ ബിൽഡിംഗ് കണ്ടോ, ഇത് കാർ പാർക്കിങ്ങിനുള്ളതാണ്. ഇത് മൾട്ടി ലെയർ കാർ പാർക്കിംഗ് യാർഡാണ്. അമൃത് ഭാരത് പദ്ധതിയുടെ കീഴിൽ വരുന്ന പ്രൊജക്റ്റാണിത്. ശബരിയുടെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് കൊല്ലം ജംഗ്ഷൻ. ഇവിടെ ചാക്കിനകത്താക്കി വെച്ചേക്കുന്നത് കണ്ടോ, ഇത് ബെഡ് റോളാണ്. ബെഡ്ഷീറ്റും പില്ലോ കവറും അതൊക്കെയാണ് ഇതിനകത്ത് നിറച്ച് വെച്ചേക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി ഇതിപ്പോൾ സപ്ലൈ ചെയ്യാനായിട്ട് ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കും. യൂസ് ചെയ്തൊക്കെ ഇതേണ്ട ഇപ്പുറത്താക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു കവർ കണ്ടായിരുന്നു. ഈ മാൻഡ്രോത്തുരുത്ത് വഴി പോകുമ്പോഴേ ഈ സൈഡിൽ കാണുന്ന കാഴ്ചയൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. മാൻഡ്രോത്തുരുത്ത് ഐലൻഡും ഈ ഏരിയ മൊത്തം കണ്ടൽക്കാട് കൊണ്ട് നിറഞ്ഞേക്കുക. ഈ ഐലൻഡൊക്കെ അടിപൊളിയാണ്. മാൻഡ്രോത്തുരുത്ത് ഐലൻഡൊക്കെ വന്നവർക്കറിയാം, നല്ല രസമുണ്ട്. പ്രകൃതി ഭംഗി ഒത്തിരിയുള്ള ഒരു സ്ഥലം കൂടിയാണ് മാൻഡ്രോത്തുരുത്ത്. ഇവിടുത്തെ സ്റ്റേഷനൊക്കെ ഇതേ പുതുക്കി പണിത് അടിപൊളിയാക്കി. പണ്ട് ഈ സ്റ്റേഷനൊക്കെ എന്തുവായിരുന്ന അവസ്ഥ, ഇപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട്. ഗാർഡ് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ ആരോ ചെയിൻ പുള്ളി ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിൻ്റെ എയറിൻ്റെ ഇത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നിർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. ഇത് ഈ നിൽക്കുന്നത് കണ്ടോ, ഇത് ലോക്കോ പൈലറ്റാണ്. ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് വന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കോച്ചിൽ ആരോ 2-3 ആൾക്കാർ ചെയിൻ വലിച്ചിട്ട് ഇതുവഴി ഇറങ്ങി ഓടിയെന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ട്രെയിൻ ഇതേ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിക്ക് തൊട്ടിപ്പുറത്തായിട്ട് 3-4 പേര് ചെയിൻ വലിച്ചു. ഈ ലോക്കോ പൈലറ്റ് പോകുന്നത് കണ്ടില്ലേ, ലോക്കോ പൈലറ്റിൻ്റെ ഗാർഡിൻ്റെ അവസ്ഥ നോക്കി. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇതേമാതിരി ചെയിൻ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവർക്ക് കറക്റ്റ് കോച്ച് മൊത്തം വന്ന് നോക്കേണ്ട അവസ്ഥയെ. വല്ലാത്ത അവസ്ഥ തന്നെ. കുറേ നേരമായി, ഏകദേശം 20 മിനിറ്റോളമായി ഇവിടെ ട്രെയിൻ പിടിച്ചിട്ടേക്കുന്നത്. ലെവൽ ക്രോസ് എല്ലാം നല്ല കറക്റ്റ് ലെവൽ ക്രോസിൻ്റെ അവിടെ തന്നെ. ആൾക്കാരെല്ലാം അക്ഷമരായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ, ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാതെ ട്രെയിൻ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയും കുറച്ച് പ്രൊസീജിയർ ഉണ്ടല്ലോ ചെയിൻ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ട്രെയിൻ എടുക്കുന്നതായിരിക്കും. എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത ശേഷം ട്രെയിൻ വേണ്ട 15 മിനിറ്റോളം ഇവിടെ നിർത്തിയിട്ട ശേഷം ലെവൽ ക്രോസിലുള്ള എല്ലാവർക്കും നല്ല പോസ്റ്റ് കൊടുത്ത ശേഷം എൻ്റെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കയറുന്നത്. കായംകുളം സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകുന്നതാണ് ചെന്നൈ തിരുവനന്തപുരം മെയിൽ കേട്ടോ. ആ 4ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പോയത് കായംകുളം സ്റ്റേഷനാണ്, കായംകുളം ജംഗ്ഷനാണ് കേട്ടോ. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കാഴ്ചയാണ് ഇത്. ട്രാക്ടർ പോലൊരു മെഷീൻ കിടക്കുന്നുണ്ട്. ഇത് പൈലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമൃത് ഭാരത് പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനിൽ പോലും ഇതാണ് ഇപ്പോൾ അവസ്ഥ. ശബരി എക്സ്പ്രസ്സിന് ഏറ്റവും ബന്ധമുള്ള 2 റെയിൽവേ സ്റ്റേഷനിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഈ കടന്നു വരുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ശബരിമല സീസൺ ആയിട്ടുണ്ടെങ്കിൽ
ശബരി എക്സ്പ്രസിൻ്റെ പകുതി മുക്കാൽ ആൾക്കാരും ഈ 2 സ്റ്റേഷനിൽ വന്നാണ് ഇറങ്ങുന്നത്, കോട്ടയവും ചെങ്ങന്നൂരും. അതുകൊണ്ട് ശബരിക്ക് നല്ല ബന്ധമുള്ള 2 റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കോട്ടയവും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനും. ശബരി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ശബരിമല തീർത്ഥാടകരുടെ മെയിൻ ഒരു ട്രെയിൻ തന്നെ അല്ലേ. ചേട്ടൻ ഇനിയും ഹൈദരാബാദ് വരെ ഇത് തന്നെയാണെന്ന് തോന്നുന്നു പണി. പാനൽ റൂം തുറക്കുക, എന്തോ സീരിയസ് ആയ കംപ്ലൈൻറ്റ് ഈ B2 കോച്ചിനുണ്ട്. അതാണ് എപ്പോഴും ഈ പാനൽ. ഇതിപ്പോൾ ഞാൻ 4ാമത്തെ വട്ടമാണ് ഈ കാണുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. പത്തനംതിട്ട ജില്ലയിലാണ് തിരുവല്ല എങ്കിലും പത്തനംതിട്ടക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെങ്ങന്നൂരെയാണ്. ചെങ്ങന്നൂരിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം പത്തനംതിട്ട ഏരിയയിൽ നിന്ന് കൂടുതലായതുകൊണ്ടായിരിക്കാം പത്തനംതിട്ടക്കാർ കൂടുതലായിട്ട് ചെങ്ങന്നൂരിനെ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകാറായിരിക്കുന്നു. ചങ്ങനാശ്ശേരിയാണ് കോട്ടയം ജില്ലയിലെ. അങ്ങനെ ശബരി എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള ഫസ്റ്റ് LHB റൺ. ഞാൻ ഒരുപാട് യാത്ര ചെയ്ത ഒരു ട്രെയിനാണ് ഈ ശബരി എക്സ്പ്രസ്. മുൻപൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഴയ ICF കോച്ചായിരുന്നു. ഇന്ന് പുതിയ LHB കോച്ച് ആയതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഫസ്റ്റ് ജേർണിയിലൊന്ന് യാത്ര ചെയ്യണം എന്ന് തോന്നി. ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില തിരക്കുകൾ കാരണം അത് പറ്റിയില്ല. ഇത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്.